ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത പാർട്ട് ബിയിലേക്ക് പോകാം. പാർട്ട് ബിയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ക്വസ്റ്റ്യൻസുകളാണുള്ളത്. 2 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നോക്ക്. ഫസ്റ്റ് വൺ, എനുമറേറ്റ് കൺസിസ്റ്റൻസി ലിമിറ്റ്സ് ഓഫ് സോയിൽ. കൺസിസ്റ്റൻസി ലിമിറ്റ് ഓഫ് സോയിൽ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. അതുപോലെ തന്നെ 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, എക്സ്പ്ലെയിൻ 3 ഫേസ് റിലേഷൻഷിപ്പ് ഓഫ് സോയിൽ. ഈ 2 ക്വസ്റ്റ്യൻസാണ് നമുക്കിനി നോക്കാനുള്ളത്. നോക്കാം. അപ്പോൾ ഫസ്റ്റ് കൺസിസ്റ്റൻസി ലിമിറ്റ്. എന്തൊക്കെയാണ് കൺസിസ്റ്റൻസി ലിമിറ്റ്സ്? കൺസിസ്റ്റൻസി ലിമിറ്റ്സിൻ്റെ അതിൻ്റെ ആൻസറിലേക്ക് പോകുന്നതിന് മുന്നേ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ അറ്റർബർഗ് ലിമിറ്റ് എന്നുള്ള രീതിയിലും ചോദിക്കും കേട്ടോ. അറ്റർബർഗ് ലിമിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതുപോലെ കൺസിസ്റ്റൻസി ലിമിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ഒരേ ഉത്തരം തന്നെയാണ് എഴുതാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 3 ലിമിറ്റുകളാണ് വന്നിട്ടുള്ളത് അല്ലേ. ഏതൊക്കെയാണ് 3 ലിമിറ്റുകൾ? ഒന്ന് ഷ്രിങ്കേജ് ലിമിറ്റാണ്. ഷ്രിങ്കേജ് ലിമിറ്റ്. അതുപോലെ തന്നെ പിന്നെ വന്നിട്ടുള്ളതാണ് പ്ലാസ്റ്റിക് ലിമിറ്റ്. പ്ലാസ്റ്റിക് ലിമിറ്റ്. പിന്നെ ലിക്വിഡ് ലിമിറ്റ്. ലിക്വിഡ് ലിമിറ്റ്. അപ്പോൾ കൺസിസ്റ്റൻസി ലിമിറ്റുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 നിങ്ങൾക്ക് ഓർമ്മയിൽ വരേണ്ടത്. ഷ്രിങ്കേജ് ലിമിറ്റ്, പ്ലാസ്റ്റിക് ലിമിറ്റ് ആൻഡ് ലിക്വിഡ് ലിമിറ്റ്. ഓക്കെ, അപ്പോൾ 3ത്തിൻ്റെയും ആ ഒരു ഫസ്റ്റ് ലെറ്റർ ഓർത്തിരിക്കുക. ഷ്രിങ്കേജ് ലിമിറ്റ്, പ്ലാസ്റ്റിക് ലിമിറ്റ് ആൻഡ് ലിക്വിഡ് ലിമിറ്റ്, SPL എന്ന രീതിയിൽ ഓർത്തിരിക്കുക. എന്നാൽ പിന്നെ അത് മറക്കില്ല. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എഴുതേണ്ട മറ്റുള്ള പോയിന്റ് കൂടെ നോക്കാം. നോക്ക്. ഫസ്റ്റ്, കൺസിസ്റ്റൻസി ഓഫ് എ ഫൈൻ ഗ്രെയിൻ സോയിൽ ഈസ് ദ ഫിസിക്കൽ സ്റ്റേറ്റ് ഇൻ വിച്ച് ഇറ്റ് എക്സിസ്റ്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ദ ഡിഗ്രി ഓഫ് ഫേംനെസ് ഓഫ് സോയിൽ. ഇതാണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ദ ഡിഗ്രി ഓഫ് ഫേംനെസ് ഓഫ് സോയിൽ. കൺസിസ്റ്റൻസി ലിമിറ്റ് നമ്മൾ സാധാരണ പറയാറുള്ളത് ആ ഒരു സോയിലിൻ്റെ ഫേംനെസ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഫൈൻ ഗ്രെയിൻ സോയിൽ ക്യാൻ എക്സിസ്റ്റ് ഇൻ 4 സ്റ്റേറ്റ്സ്, നെയിംലി ലിക്വിഡ്, പ്ലാസ്റ്റിക്, സെമി സോളിഡ് ആൻഡ് സോളിഡ് സ്റ്റേറ്റ്. അപ്പോൾ ഓരോ സ്റ്റേറ്റുകൾ, ലിക്വിഡ് സ്റ്റേറ്റ്, അതുപോലെ പ്ലാസ്റ്റിക് സ്റ്റേറ്റ്, പിന്നെ സെമി സോളിഡ് സ്റ്റേറ്റ്, അതുപോലെ തന്നെ സോളിഡ് സ്റ്റേറ്റ്, ഈ ഓരോ സ്റ്റേറ്റിൽ നിന്ന് മറ്റ് സ്റ്റേറ്റിലേക്ക് മാറുന്ന സമയത്ത് ആ ഒരു പർട്ടിക്കുലർ ലിമിറ്റ്, ആ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺസിസ്റ്റൻസി ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് അതിൻ്റെ ഗ്രാഫ് ഒന്ന് കാണിക്കാം. നിങ്ങൾ നോക്കൂ, ഈ ഗ്രാഫ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഓൾറെഡി നിങ്ങൾ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തതായിരിക്കും അല്ലേ. എന്തൊക്കെയാണ് ഗ്രാഫിൽ നിങ്ങൾ പ്രത്യേകം നോക്കുക. നമുക്ക് Y ആക്സിസിലും X ആക്സിസിലും എന്തൊക്കെയാണുള്ളത്? Y ആക്സിസിൽ വോളിയം ആണുള്ളത്, X ആക്സിസിൽ വാട്ടർ കണ്ടൻറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഗ്രാഫിൻ്റെ ഒരു ഷേപ്പ് നോക്കുക. ഇങ്ങനെ വന്നിട്ട് സ്ട്രെയിറ്റ് വന്നതിന് ശേഷം പിന്നെ അത് ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ട് പോവാണ് അല്ലേ. അപ്പോൾ അതിൽ തന്നെ ഓരോ സ്റ്റേറ്റുകൾ നോക്കുക. ഫസ്റ്റ് സോളിഡ് സ്റ്റേറ്റ് ആണ്. സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് കുറച്ചും കൂടി വാട്ടർ കണ്ടൻറ്റ് കൂടിക്കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? സോയിൽ. സെമി സോളിഡ് സ്റ്റേറ്റിലേക്ക് പോകും. പിന്നെ കുറച്ചും കൂടി വാട്ടർ കണ്ടൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും? സോയിൽ പ്ലാസ്റ്റിക് സ്റ്റേറ്റിലേക്ക് പോകും. വീണ്ടും വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് പോകും. അപ്പോൾ ഇനി നോക്ക്, സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് സെമി സോളിഡ് സ്റ്റേറ്റിലേക്ക് എപ്പോഴാണ് മാറുന്നത്? ആ ഒരു പർട്ടിക്കുലർ ലിമിറ്റിനെ നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത്? ഷ്രിങ്കേജ് ലിമിറ്റ് എന്ന് പറയാം. ഓക്കെ, അതുപോലെ സെമി സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലേക്ക് പോകുന്ന സമയത്ത് ആ ഒരു പർട്ടിക്കുലർ ലിമിറ്റിനെ നമ്മൾ പ്ലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയും. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്ന ആ പർട്ടിക്കുലർ പോയിന്റിനെ നമ്മൾ ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയും. ഓക്കെ, ഈ കാര്യങ്ങളാണ് ഇനി പോയിന്റ് ആക്കി നിങ്ങൾ എഴുതേണ്ടത്. നോക്ക്, എന്താണ് ലിക്വിഡ് ലിമിറ്റ്? ലിക്വിഡ് ലിമിറ്റ് ഈസ് ദ വാട്ടർ കണ്ടന്റ് അറ്റ് വിച്ച് സോയിൽ ചേഞ്ചസ് ഫ്രം ലിക്വിഡ് സ്റ്റേറ്റ് ടു പ്ലാസ്റ്റിക് സ്റ്റേറ്റ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ലിക്വിഡ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ വാട്ടർ കണ്ടന്റ് അറ്റ് വിച്ച് സോയിൽ ചേഞ്ചസ് ഫ്രം ലിക്വിഡ് സ്റ്റേറ്റ് ടു പ്ലാസ്റ്റിക് സ്റ്റേറ്റ്. ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് മാറുന്ന ആ ഒരു പർട്ടിക്കുലർ വാട്ടർ കണ്ടന്റ്, അല്ലെങ്കിൽ നേരെ തിരിച്ചും പറയാം, പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്ന വാട്ടർ കണ്ടന്റ്. അത് തന്നെയല്ലേ നമ്മളിവിടെ പറഞ്ഞത് അല്ലേ. ഇത് പ്ലാസ്റ്റിക് സ്റ്റേറ്റ്, ഇത് ലിക്വിഡ് സ്റ്റേറ്റ്. അപ്പോൾ ഈ ഒരു 2 സ്റ്റേറ്റിൻ്റെയും തമ്മിൽ വരുന്നൊരു ബൗണ്ടറി, അതിനാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത്? ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയാം. ഇതുപോലെ തന്നെ ബാക്കി 3 നിങ്ങൾ എഴുതുക. ബാക്കി 2 പ്ലാസ്റ്റിക് ലിമിറ്റ് ആയാലും ഷ്രിങ്കേജ് ലിമിറ്റ് ആയാലും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത്. അപ്പോൾ ഒന്നും കൂടെ പറയാം, നമുക്കിവിടെ 3 കൺസിസ്റ്റൻസി ലിമിറ്റുകളാണുള്ളത്, അല്ലെങ്കിൽ അറ്റർബർഗ് ലിമിറ്റുകൾ 3 ഉള്ളത് അല്ലേ. അറ്റർബർഗ് ലിമിറ്റ് 3 ഉള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് ഷ്രിങ്കേജ് ലിമിറ്റ്, പ്ലാസ്റ്റിക് ലിമിറ്റ് ആൻഡ് ലിക്വിഡ് ലിമിറ്റ്. അതിൽ തന്നെ നിങ്ങൾ എഴുതേണ്ട ഒരു പോയിൻ്റാണ്, ഇത് സൂചിപ്പിക്കുന്നത് ഡിഗ്രി ഓഫ് ഫേംനെസ് ഓഫ് സോയിലാണ്. പിന്നെ ഫൈൻ ഗ്രെയിൻ സോയിലിന് എത്ര സ്റ്റേറ്റുകളുണ്ട്? 4 സ്റ്റേറ്റുകളുണ്ട്. 4 സ്റ്റേറ്റുകൾ ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ ഇടയിൽ 3 ലിമിറ്റുകൾ ഉണ്ടാവുക. ഇനി ഈ ഒരു പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു, ജസ്റ്റ് നമുക്ക് വായിച്ചു നോക്കാം. ദ വാട്ടർ കണ്ടന്റ് അറ്റ് വിച്ച് ദ സോയിൽ ചേഞ്ചസ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അതർ സ്റ്റേറ്റ് ആർ നോൺ ആസ് കൺസിസ്റ്റൻസി ലിമിറ്റ് ഓർ അറ്റർബർഗ് ലിമിറ്റ്സ്. ദ 3 കൺസിസ്റ്റൻസി ലിമിറ്റ്സ് ഓഫ് സോയിൽ ആർ ലിക്വിഡ് ലിമിറ്റ്, പ്ലാസ്റ്റിക് ലിമിറ്റ് ആൻഡ് ഷ്രിങ്കേജ് ലിമിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിത് പഠിക്കുമ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ ആ ഗ്രാഫ് കൂടെ പഠിക്കുക. ഗ്രാഫ് കൂടെ പഠിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് എഴുതാനായിട്ട് പറ്റും. ഗ്രാഫിൻ്റെ ഷേപ്പ് ഫസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈന്,
പിന്നെ ഇൻക്ലൈൻഡ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു ലിമിറ്റ് ഉണ്ടാവും, പിന്നെ അടുത്തൊരു ലിമിറ്റ്. ഓക്കെ, ഫസ്റ്റ് സോളിഡ് ആണ്, പിന്നെ സെമി സോളിഡ് ആയിരിക്കും, പിന്നെ പ്ലാസ്റ്റിക്, പിന്നെ ലിക്വിഡ്. അല്ല, നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ അറിയാം, നമുക്ക് സോയിൽ ഫസ്റ്റ് ഒരു സോളിഡ് സ്റ്റേറ്റിലാണ് ഉണ്ടാവുക, പിന്നെ അതിലേക്ക് കുറച്ചുകൂടി വാട്ടർ ആഡ് ചെയ്യുന്ന സമയത്ത് അത് സെമി സോളിഡ് സ്റ്റേറ്റിലേക്ക് പോകും, പിന്നെ എന്ത് ചെയ്യും, അത് പ്ലാസ്റ്റിക് ആവും, പിന്നെ പ്ലാസ്റ്റിക് ആയതിനു ശേഷം അത് ലിക്വിഡ് ആവും. അപ്പോൾ എന്നിട്ട് ആ ഒരു ലിമിറ്റുകൾ കൂടെ നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് നമുക്കറിയാം 3 ലിമിറ്റുകളാണുള്ളത്. അപ്പോൾ 3 ലിമിറ്റ് എന്ന് പറയുന്ന സമയത്ത് ഒന്ന് ഇവിടെ ഒരു ലിമിറ്റ് വേണ്ടി വരും, ഇവിടെ ഒരു ലിമിറ്റ് വേണം, ഇവിടെ ഒരു ലിമിറ്റ്. ഓക്കെ, അപ്പോൾ ഇത് ശ്രിങ്കേജ് ലിമിറ്റ് WS, ഇത് പ്ലാസ്റ്റിക് ലിമിറ്റ്, ഇത് ലിക്വിഡ് ലിമിറ്റ്. ആ രീതിയിൽ ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഒരു Y ആക്സിൽ വോളിയമാണ്, അതുപോലെ തന്നെ X ആക്സിൽ വാട്ടർ കണ്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു ഓർത്തിരിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 3 മാർക്കിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്ലെയിൻ 3 phase റിലേഷൻഷിപ്പ് ഓഫ് സോയിൽ. സോയിലിൻ്റെ 3 phase റിലേഷൻഷിപ്പാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സോയിലിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ അല്ലേ, എന്തൊക്കെയാണ് സോയിലിൽ അടങ്ങിയിട്ടുള്ളത്?